ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു തടസ്സം, അതൊരു വ്യക്തിയാവാം, ഒരു എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു സിറ്റുവേഷൻ ആവാം. നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് ഒരു തടസ്സം തരുന്നത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്ന ഒരു റീഡിംഗ് ആയിരിക്കും ഇത്. ഇതൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മൈൻഡ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ റീഡിങ്ങിലൂടെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യമായിട്ടാണ് ഇത് റീഡിംഗ് കാണുന്നതെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ്ങിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കില്ല. എന്താണ് യൂണിവേഴ്സ് എനിക്ക് തരുന്ന മെസ്സേജ്, ഇതായിരിക്കും ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റീഡിംഗ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് അല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുകയാണ്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണുന്നില്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു റീഡിംഗ് ആണ്. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഈ ഒരു റീഡിംഗ് കാണാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്ന കാര്യം എന്ത് ബ്ലോക്കേജാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതുപോലെ ആരാണ് അല്ലെങ്കിൽ എന്ത് എനർജിയാണ് ഈ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്, അതുപോലെ ഈ ഒരു ബ്ലോക്കേജ് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കുന്നതാണോ അതോ ആകസ്മികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണോ, ഏത് വ്യക്തിയുടെ അല്ലെങ്കിൽ എന്ത് എനർജിയാണ് നിങ്ങളെ ഇപ്പോൾ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എങ്ങനെ ഇതെല്ലാം മാറ്റി മുന്നോട്ട് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു തടസ്സം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജ്, നിങ്ങളുടെ മെയിൻ ബ്ലോക്കേജ് എന്താണ്, നിങ്ങളുടെ കറണ്ട് എനർജി കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളുടെ ലൈഫിലെ മെയിൻ ബ്ലോക്കേജ് അതൊരു എനർജിയാണോ അതോ വ്യക്തികളാണോ, എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് അറിയണം. നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു ബ്ലോക്കേജ് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണോ, അതെങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ നിങ്ങൾ ഈ ഒരു ബ്ലോക്കേജ് റിമൂവ് ചെയ്ത് മുന്നോട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, കറണ്ട് എനർജി, നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളുടെ കറണ്ട് എനർജി. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി എന്താണ്? ഓക്കെ, നിങ്ങളെ എപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി, അതായത് നിങ്ങൾക്ക് എന്ത് ബ്ലോക്കേജ് ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് തരം ബ്ലോക്കേജ് ആണ് നിങ്ങൾക്കിപ്പോൾ എഫക്റ്റ് ചെയ്യേണ്ട വരുന്നത്, നിങ്ങളെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി, നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു തടസ്സം, ഈ ഒരു ബ്ലോക്കേജ് നിങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ എന്ത് എനർജിയാണ്? ഓക്കെ, ആരാണ് നിങ്ങൾക്ക് ഈ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരാ ഈ ഒരു ബ്ലോക്കേജ് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണോ അതോ ആകസ്മികമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നതാണോ, മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണോ അതോ വന്നു ചേർന്നതാണോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്. ഈ ഒരു തടസ്സം ലൈഫിൽ നിന്ന് മാറാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു തടസ്സം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറാൻ വേണ്ടി നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് കൂടി നോക്കാം. ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം. സോ നമുക്ക് ഈ റീഡിങ്സിനായിട്ട് കുറച്ച് ക്ലാരിറ്റി കാർഡ്സ് കൂടി നോക്കാം. ക്ലാരിറ്റി കാർഡ് ഫോർ ഏസ് ഓഫ് വാണ്ട്സ്, ക്ലാരിറ്റി കാർഡ് ഫോർ ഏസ് ഓഫ് വാണ്ട്സ്, ഫോർ ഏസ് ഓഫ് വാണ്ട്സ്. ഓക്കെ, ആൻഡ് ക്ലാരിറ്റി കാർഡ് ഫോർ സെവൻ ഓഫ് കപ്സ്. എന്ത് അല്ലെങ്കിൽ ആര് ആണ് ഈ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിലേക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ബ്ലോക്കേജ് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണോ എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നോക്കാം. ക്ലാരിറ്റി കാർഡ് ഫോർ ഹാങ്ഡ് മാൻ, ക്ലാരിറ്റി കാർഡ് ഫോർ ഹാങ്ഡ് മാൻ. എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു വ്യക്തിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഈ ഒരു എനർജിയുടെ ഇടപെടൽ നിങ്ങളെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി കാർഡ് ഫോർ ഏസ് ഓഫ് കപ്സ്, ക്ലാരിറ്റി കാർഡ് ഫോർ ഏസ് ഓഫ് കപ്സ്. ഓക്കെ,
ഓക്കെ, സോ ഫോൺസ് ഇപ്പോൾ 2 തവണ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷനാണ് ഇപ്പോൾ എടുക്കേണ്ടത്? ഈ ഒരു എനർജി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ റീഡിംഗ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ ഒരു ഫോമിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു ഇമോഷണലി കംഫർട്ട് സോൺ ഉണ്ട് നിങ്ങൾക്ക്. ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് സമാധാനവും സ്റ്റെബിലിറ്റിയൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഫാമിലിയിലെ കുറേ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്താലേ ശരിയാവും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളാണ് അവിടെ കൂടുതൽ എഫേർട്ട് ഇടേണ്ടതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. സോ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, ഇതിലുണ്ടാകുന്ന എന്ത് മാറ്റവും നിങ്ങളുടെ മൊത്തത്തിലുള്ള ബാലൻസ് കളയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. സപ്പോസ് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി, അതല്ലെങ്കിൽ കുട്ടികൾക്ക് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇമോഷണലി വളരെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു മാനസികമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സർഫസിൽ ഇരിക്കാനായിട്ട് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്കതൊരു ഈ ഒരു റീഡിങ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തത് ഗ്രാജുവലി ആണ്. 1-2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നു ചേർന്നതല്ല. നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അവിടെ തന്നെ സെറ്റിൽഡ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു ഫാമിലിയിൽ, ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ തന്നെ തുടരാനായിട്ട് നിങ്ങൾ ആ ഒരു തീരുമാനത്തിൽ തന്നെ നിങ്ങളിങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബ്ലോക്കേജ്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഒരു ബ്ലോക്കേജ് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ് ഏസ് ഓഫ് ഫോൺസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്ലാരിറ്റി കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. സോ ഈ 2 കാർഡ് ഓക്കെ. സോ നിങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ സ്ലോ പേസിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തുടക്കങ്ങൾ നിങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, നിങ്ങളെ പാഷന് ഫോളോ ചെയ്ത് പോകണം എന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടായിരിക്കും, നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കും. കുറേ കാര്യങ്ങൾ മനസ്സിൽ കാണും, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കാണും, പക്ഷെ അതിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഉള്ള ഒരു എനർജി കിട്ടുന്നില്ല. എനർജി അല്ല, നിങ്ങളുടെ മോട്ടിവേഷൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോർവേഡ് ആക്ഷൻ എടുക്കുന്നില്ല, മുന്നോട്ടൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇമോഷണലി വളരെ ഹെസിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു. അതായത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു ഫാമിലി, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ബിസി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ടൈം കുറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ശരിയായ സമയം വരട്ടെ, അല്ലെങ്കിൽ ശരിയായിട്ട് എനിക്ക് കൃത്യമായിട്ട് ചെയ്യണം തോന്നുമ്പോൾ ഞാൻ ചെയ്യും, അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ എക്സ്ക്യൂസുകളാണ്. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇമോഷൻസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിലേക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യത്തിലും ആക്ഷൻസ് എടുക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. കൺസിസ്റ്റൻ്റ് ആക്ഷൻ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വരുന്നില്ല. ഈ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഒന്ന്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും വരിക. അതായത് ഇപ്പം തോന്നും ഇങ്ങനെ ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ട വേറൊരു കാര്യം ചെയ്യണം. അതായത് നിങ്ങൾക്കൊരു കൃത്യമായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആക്ച്വലി നിങ്ങൾ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ടുള്ള കാര്യം നിങ്ങൾ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആരൊക്കെയോ അൺക്ലിയർ ആയിട്ട്, അതായത് ഒരു കൃത്യമായിട്ടല്ലാതെ ഉള്ള ഉപദേശങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ ആരോടെങ്കിലുമൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ തരുന്ന ഉപദേശങ്ങൾ നിങ്ങളുമായിട്ട് മാച്ച് ആവാതെ വരുന്നു. ദെൻ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്.
നിങ്ങൾ കുറേ ഡ്രീം കാണുന്നുണ്ടായി, കുറേ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പക്ഷേ അതിനൊന്നും ഒരു ഗ്രൗണ്ട് ഇല്ല. അതായത് എന്താ പറയുക, ഒരു അടിസ്ഥാനമില്ലാതെയുള്ള കുറേ സ്വപ്നങ്ങളായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ എനർജി, ഇപ്പോഴത്തെ എനർജി വളരെയധികം ഇനാക്റ്റീവ് ആണ്. ഇതിൽ വ്യക്തികൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഈ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ഈ ഫാമിലി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ അത് മുഴുവനായിട്ടും നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ ഈ ഫാമിലിയുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിലേക്കുള്ള നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കുറയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്യാണ്. സോ നിങ്ങളില്ലെങ്കിൽ ആ ഒരു സ്പേസ് കംപ്ലീറ്റ് ആവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് നിങ്ങളെ ആളുകൾ വിശ്വസിപ്പിക്കുന്നുമുണ്ട്. ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെയായിരിക്കും നിങ്ങളോട് ഈ ഒരു ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതും നിങ്ങളുടെ മെൻറ്റാലിറ്റി മാത്രമല്ല, ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോസ് ചെയ്ത് തന്നിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. സോ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ട്, അതായത് നീ ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയില്ല. പക്ഷെ നിങ്ങളുടെ തീരുമാനങ്ങളെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം, എങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫ് മാറാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങളെ ചിന്തിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ഫൈനലി നിങ്ങൾ തന്നെയായിരിക്കും ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളിവിടെ യാതൊരു ആക്ഷനും ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും കാണുന്നത്. ഒന്നും മൂവ് ചെയ്യുന്നില്ലെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു നിങ്ങൾ പല ആഗ്രഹങ്ങൾ കൊണ്ടുനടക്കുകയും അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നും ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല, അപ്പോൾ ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നിങ്ങൾക്കുണ്ടാവും. ഈ ഒരു ബ്ലോക്കേജ് ഇന്റൻഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഈ ഒരു ബ്ലോക്കേജ് ഇന്റൻഷണൽ അല്ല. അതിന്റെ ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട്, ക്ലാരിറ്റി കാർഡ് 8 ഓഫ് വാണ്ട്സും കിട്ടിയിട്ടുണ്ട്. ഹാങ്ഡ് മാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം താമസമാണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴും വെയിറ്റിംഗ് പീരീഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എവിടെയൊക്കെയോ ഭയങ്കര സ്റ്റക്ക് ആവുന്നുണ്ട് നിങ്ങൾ. സോ മൂവ്മെന്റ് വരുന്നുണ്ടെന്ന് 8 ഓഫ് വാണ്ട്സ് പറയുന്നുണ്ട്. പക്ഷേ ആ ടൈമിങ്ങിൽ, ആ ഒരു വേണ്ട സമയത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. മേ ബി ഒരു റീഅലൈൻമെന്റിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു താമസം എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇന്റൻഷനലി വരുന്നതല്ല. ആ ഒരു വ്യക്തിയും നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഫാമിലിയിൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. ഒരാൾക്ക് നിങ്ങളെ ഉപദ്രവിക്കണം, അല്ല ഒരു വ്യക്തിക്ക് നിങ്ങളെ ഉപദ്രവിക്കണം എന്നുള്ളത് കൊണ്ടല്ല, ആക്ച്വലി കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരാനുള്ള സമയം ആണ് അത് വിചാരിക്കുന്നു. കാരണം 8 ഓഫ് വാണ്ട്സ് വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പീഡപ്പ് ആവും കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളെ ഇപ്പോൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോ ഇവിടെ ഒരു ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് വാണ്ട്സും ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ് മെയിൻ കാർഡ്, ആൻഡ് ക്ലാരിറ്റി ഏസ് ഓഫ് വാണ്ട്സ് ആണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ആ ആഗ്രഹത്തെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഒരു ഇമോഷണൽ ആയിട്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും അതിൽ ഇമോഷണൽ ഫാക്ടേഴ്സ് കൊണ്ടുവരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ജോലിക്ക് പോവാണ്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ആഗ്രഹമുള്ള ജോലിയാണ് നിങ്ങൾക്ക് പോകണം, പക്ഷേ നിങ്ങൾക്ക് മേ ബി വീട് വിട്ട് പോകേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് അവിടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ജോലി നിങ്ങളെ കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. ആ ജോലിയോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾ തിങ്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്നതിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പോയാൽ ഇവിടെ ഉണ്ടാകുന്ന ഗ്യാപ്പ്, മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു ജോലി ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കും, കിട്ടേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴും ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, എല്ലാ ഇമോഷണൽ ഒരു സൈക്കിളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾ ചിന്തിക്കുക. ഒരു ന്യൂ പാഷൻ അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോഴും നിങ്ങൾ ഇമോഷണലി ഒന്ന് മാറി ചിന്തിക്കണം എന്നുള്ളതാണ് ശരി. സോ നിങ്ങൾ ഇമോഷണലി കൺഫ്യൂസ്ഡ് ആവാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇമോഷണൽ കൺഫ്യൂഷൻസ് നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു 5 ഓഫ് വാണ്ട്സ് എനർജിയാണ്. അത് അത്ര ഒരു നെഗറ്റീവ് ഷെയ്ഡ് തോന്നും, ബട്ട് ആക്ച്വലി ഈ ഒരു കേസിൽ
5 ഓഫ് വാണ്ട്സ് വന്നപ്പോൾ നിങ്ങൾ കുറച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒന്ന് നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും, രണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന മെയിൻ ആൾ. സോ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്ത് നിർത്തേണ്ടി വരും. നിങ്ങളുടെ മനസ്സിനുള്ളിൽ വലിയ വഴക്കുകൾ നടക്കുന്നുണ്ട്, കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ടാവും. ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, ഒരുപാട് ദിശകൾ, അതായത് ഞാനിവിടെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ എല്ലാം കൂടി പോവാതെ നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ ചൂസ് ചെയ്യാം. എൻ്റെ ഇതിനൊരു ക്ലാരിറ്റി കാർഡ് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ലൈഫിൽ എന്നുള്ളത് തന്നെയാണ്. നിങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ മനസ്സിനോട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിനോട് തന്നെ, നിങ്ങൾ എന്താണ് ഇപ്പോൾ കംഫർട്ടാക്കി വെച്ചിരിക്കുന്നത് അതിനോട് തന്നെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പ്രതീക്ഷകൾ, പുതിയൊരു ഡയറക്ഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. സോ നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകുമ്പം പ്രതീക്ഷകളോടെ വേണം മുന്നോട്ട് പോകാൻ, അല്ലാതെ പ്രഷറല്ല നിങ്ങൾക്ക് വേണ്ടത്, എപ്പോഴും പ്രതീക്ഷകളാണ് വേണ്ടത്. സോ ഈ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് ഒരു എനിമി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു ഇൻറ്റൻഷനലി ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം കാരണം ഒരു പോസ് വന്നിട്ടുണ്ട്, ഈ ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം കാരണം നിങ്ങൾക്കൊരു പോസ് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഇതൊരു ഡിലേ ആയിട്ട് മാത്രം കാണുക, അത് ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു ഡിലേ ആയിട്ട് മാത്രം കാണുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇമോഷണലി നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചില ആളുകളോട്, ചില സാഹചര്യങ്ങളോടൊക്കെ നിങ്ങളോട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഹാപ്പി ലൈഫ്, ഒരു ഹോപ്പ്ഫുൾ ലൈഫ്, എന്താ പറയുക, പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു ടൈം ആയിരിക്കും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.